കണ്ണൂർ പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ നിയമപരമായ മാർഗങ്ങൾ തേടി ടി.ഐ. മധുസൂദനൻ. പയ്യന്നൂരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ടി.ഐ. മധുസൂദനൻ നൽകിയ ഹർജിയിലാണ് വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ നിഷേധിക്കുന്നത്. ആരോപണത്തിന് രേഖകളോ തെളിവോ ഇല്ലാതിരുന്നിട്ടും രക്തസാക്ഷി ഫണ്ട് കള്ളനെന്ന് വ്യാജ ആരോപണം നടത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുഞ്ഞികൃഷ്ണൻ വിജയിച്ചതെന്നും വ്യക്തിഹത്യ നടത്തി കളങ്കിതനാക്കിയെന്നും കോടതിയിൽ നൽകിയ ഹർജിയിൽ ടി.ഐ. മധുസൂദനൻ പറയുന്നു. സിനോജ് തോമസ് ചേരുന്നു. സിനോജ്, തന്നെ അപമാനിക്കുന്ന തരത്തിലും ജനങ്ങളെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലും കുഞ്ഞികൃഷ്ണൻ പ്രചാരണം നടത്തി എന്നുള്ളതാണ് ടി.ഐ. മധുസൂദനൻ കോടതിയിൽ പറയുന്നത്. തീർച്ചയായിട്ടും റോഷനി കീർത്തന, അതായത് പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ സംഭവിച്ചെന്ന് CPM നേതൃത്വം തന്നെ സമ്മതിക്കുന്ന ഘട്ടത്തിലാണ് പയ്യന്നൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ട മുൻ MLA കൂടിയ ടി.ഐ. മധുസൂദനൻ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കേസ് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നിലവിലെ MLA വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് കേസ് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോടതി ചോദിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാമെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പയ്യന്നൂരിൽ ഉയർന്നു വന്ന വിവാദം എന്ന് പറയുന്നത് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട തട്ടിപ്പാണ്. അത് കുഞ്ഞികൃഷ്ണനാണ് ആ വിവാദം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹമാണ് വാർത്താ സമ്മേളനം വിളിക്കുകയും മാധ്യമങ്ങളുടെ കാര്യങ്ങൾ പറയുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ ആരോപണങ്ങളോട് പൂർണ്ണമായും CPM കണക്ക് നിരത്തിയിട്ടില്ല എന്നാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോഴും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് പയ്യന്നൂരിൽ വലിയ രീതിയിൽ പ്രചരണം UDF നടത്തിയത്. അതായത് ടി.ഐ. മധുസൂദനൻ, അന്നത്തെ MLA ടി.ഐ. മധുസൂദനൻ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് നടന്നത് എന്ന രീതിയിലായിരുന്നു പ്രചരണം നടന്നത്. അത് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടാണ്, ജനങ്ങൾക്കിടയിൽ താൻ കള്ളനാണെന്ന തരത്തിൽ പ്രചാരണം നടത്തിക്കൊണ്ടാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചതെന്നാണ് ടി.ഐ. മധുസൂദനന്റെ ഹർജിയിലെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്. അതായത് താൻ കളങ്കിതനാണെന്ന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ വിജയം നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണമെന്നാണ് ടി.ഐ. മധുസൂദനന്റെ ആവശ്യമെന്ന് പറയുന്നത്. എവിടെയും ഒരു രേഖകളോ തെളിവുകളോ കണക്കുകളോ ആരും ഹാജരാക്കിയിട്ടില്ല എന്നും ടി.ഐ. മധുസൂദനൻ പറഞ്ഞു വയ്ക്കുന്നു. പാർട്ടി പോലും ആ കണക്കുകൾ, രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ഒരു ക്ലാരിറ്റി ഇതുവരെ പരസ്യമായി പറഞ്ഞിട്ടില്ല. ആ സ്ഥിതിക്ക് അത്തരത്തിലൊരു കണക്ക് പുറത്തില്ലാത്ത ഘട്ടത്തിൽ താൻ കള്ളനാണ്, കളങ്കിതനാണെന്ന രീതിയിൽ പ്രചാരണം നടത്തി വിജയം നേടിയത് അത് തെറ്റായ രീതിയിലൂടെയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് റദ്ദ് ചെയ്യണമെന്നാണ് ടി.ഐ. മധുസൂദനന്റെ ആവശ്യം. പക്ഷേ കുഞ്ഞികൃഷ്ണൻ പറയുന്നു കോടതി ചോദിച്ചു കഴിഞ്ഞാൽ വിശദീകരണം നൽകാൻ താൻ തയ്യാറാണെന്ന് പറയുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ റിസൾട്ട് വന്ന് 2 മാസത്തിന് ശേഷം പയ്യന്നൂരിലെ ഈ വിവാദം ഇപ്പോഴും സജീവമായി ചർച്ചാ വിഷയമായി നിൽക്കുകയാണ്. ഏതായാലും വരും ദിവസങ്ങളിലും കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ നിർണായകമാകും. റോഷ്നി, കീർത്തന.